ഹലോ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അതും ഓസ്ട്രേലിയയിലെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അഡ്മിഷനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പം ഇതിൽ നമുക്കൊരു അനൗൺസ്മെന്റും കൂടെ തരാനുണ്ട്. അത് കുറച്ച് തരാം അല്ലേ? നമ്മൾ ഇത് പറയുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ പറഞ്ഞു പോവാം. ഓസ്ട്രേലിയക്ക് വരാൻ താല്പര്യമുള്ളവർ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ അതിന്റെ പ്രോസസ്സുകൾ തുടങ്ങുക. അപ്പൊ എന്തൊക്കെ നിങ്ങൾ ആദ്യമേ ചെയ്തിരിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയാനായിട്ടാണ് ആദ്യത്തെ സെഷൻ. നമുക്കത് പറയാല്ലേ, എന്താണ് മാർച്ചിലേക്കുള്ള ഇൻടേക്കിന്റെ ഒക്കെ എല്ലാ യൂണിവേഴ്സിറ്റി തന്നെ ക്ലോസ് ആയി. ഇനി അടുത്ത വരുന്നത് ഒക്ടോബറിലേക്കുള്ള ഇൻടേക്കാണ്. അപ്പൊ അതിന് കുറെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആപ്ലിക്കേഷൻ ഓൾറെഡി തുറന്നിട്ടുണ്ട്. അതും കൂടെയൊക്കെ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ IELTS കാര്യം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇപ്പം കഴിഞ്ഞ സെമസ്റ്റർ ഒന്നും IELTS മാൻഡേറ്ററി അല്ലായിരുന്നു. ഈ സെമസ്റ്റർ തൊട്ട് പല യൂണിവേഴ്സിറ്റികളിലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും തന്നെ ആയത്. കുറച്ച് യൂണിവേഴ്സിറ്റിയിൽ IELTS മാൻഡേറ്ററി ആക്കി. അപ്പൊ ഇപ്പൊ പൊതുവെ എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റികളിലും IELTS മാൻഡേറ്ററി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് യൂണിവേഴ്സിറ്റീസ് എല്ലാം മെയിൻ ആയിട്ട് ഫാഹോഷൂൾ എന്ന് പറയും, FH. അവിടെയൊക്കെ അതും ഇങ്ങനെ യൂണിവേഴ്സിറ്റി പോലെ തന്നെയാണ്. അവിടെയൊക്കെ ചില ഇതിലൊക്കെ ഇപ്പോഴും ഇന്ത്യ എന്നുള്ള MOA അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ എന്നാലും കുറെ എടുത്ത് മാറി. അപ്പം അതാണ് ഒരു കാര്യം നോട്ട് ചെയ്യേണ്ട ഒരു അപ്ഡേറ്റ്. ഇപ്പൊ IELTS തന്നെ വേണമെന്നില്ല. IELTSO TOEFLോ PT അങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസ് തെളിയിക്കുന്ന ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതാണ് കാണിക്കേണ്ടത്. MOA വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എന്നാലും വളരെ കുറവാണ്. എന്നാലും പക്ഷെ ഇനിയിപ്പോ അവർ ഓരോ വർഷം കഴിയുന്നവരും ചിലപ്പോൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയേക്കാം. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഇപ്പൊ കുറെ ആപ്ലിക്കേഷൻസ് തേർഡ് വേൾഡ് നാഷണൽസിൽ നിന്ന് വരുന്നുണ്ട്, അതായത് ഔട്ട്സൈഡ് EU വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ഓസ്ട്രേലിയക്കാണ് വരുന്നത് തീരുമാനിച്ചു, യൂണിവേഴ്സിറ്റി സെലക്ഷൻ ചെയ്തു. അങ്ങനെയുള്ളൊരു സ്റ്റുഡൻറ്റ് അടുത്ത് ചെയ്തിരിക്കേണ്ടത് ഫസ്റ്റ് IELTS. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്പോസ്റ്റൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോസ്റ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒരു അറ്റസ്റ്റേഷൻ ആണ്. അപ്പൊ അത് ചെയ്തു വരുന്ന ഏജൻസികളുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാന്നേ ഉള്ളൂ. സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനൊക്കെ ഇടുന്നപ്പോൾ ആക്ച്വലി സ്വന്തമായിട്ട് ചെയ്തു. അതിനൊരു ഓൾമോസ്റ്റ് ഒരു 1 month ഒക്കെ എടുത്തു അതിന്റെ പ്രോസസ്സ്. അപ്പൊ അത്രയൊന്നും സമയം ഇല്ലെങ്കിൽ ഏജൻസിനെ കൊടുത്ത് ചെയ്യിക്കുക എന്നാണ്. ഏജൻസികളൊക്കെ ഇങ്ങനെ പെർ ഡോക്യുമെന്റിനാണ് അതിന്റെ ഫീസ് മേടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷന്റെ സമയത്ത് ചെയ്യേണ്ടത് ബാച്ചിലർ സർട്ടിഫിക്കറ്റ്, പിന്നെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്, പിന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 10th plus 2 ആണല്ലോ, അപ്പൊ അതും ചെയ്തിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്, പല യൂണിവേഴ്സിറ്റീസും ചോദിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ചില നാട്ടിലത്തേക്ക് ആൾക്കാരുടെ പേര്, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം ശ്രീഹരി MR. അപ്പം MR അങ്ങനെയായിരിക്കും എല്ലാ സർട്ടിഫിക്കറ്റിലും കിടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പാസ്പോർട്ടിൽ പക്ഷെ M മാറും, എക്സ്പാൻഡ് ചെയ്തിട്ടായിരിക്കും എഴുതുന്നത്. അപ്പൊ അതൊരു ചിലപ്പോൾ ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് അക്ഷയിൽ നിന്ന് 1 and same എന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അത് നമുക്ക് മേടിച്ചിട്ട് അതും അപ്പോസ്റ്റൽ ചെയ്ത് വെച്ചിട്ട് അതും ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഓൾറെഡി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കും അത് അയച്ചു തരാൻ പറയുന്നത്. ചിലതും ചിലപ്പോൾ നേരത്തെ അത് അവർക്ക് നോക്കാനായിട്ട് ഈ ആൾ തന്നെയാണോ ആളെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നേരത്തെ ചോദിക്കും. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റും കൂടെ റെഡിയാക്കി വെക്കുക. പിന്നെ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആപ്ലിക്കേഷന് എന്താണ് വേണ്ടതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മാസ്റ്റേഴ്സിന് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബാച്ചിലേഴ്സിൽ എന്താണോ പഠിച്ചത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ചൂസ് ചെയ്താലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. പിന്നെ വേണ്ടത് പറഞ്ഞൊരു CV, മോട്ടിവേഷൻ ലെറ്റർ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആപ്ലിക്കേഷൻ സൈറ്റിൽ മോട്ടിവേഷൻ ലെറ്റർ മാൻഡേറ്ററി ആണ്. അപ്പോൾ അതിന് വരെ അവർക്ക് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു മോട്ടിവേഷൻ ലെറ്റർ ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ മോട്ടിവേറ്റഡ്, ഇതിനെ വെച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, ഇങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും അവർ നോക്കുക. പിന്നെ നല്ലൊരു CV, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2 pages മേളിൽ പോകാതെ നോക്കുക. നല്ല പ്രിസൈസ് ആയിട്ട് CV വെക്കുക. നിങ്ങളിപ്പോൾ ഒരു CV ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടി ഒരു CV ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ആ കോഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മെൻഷൻ ചെയ്യാം. നമ്മൾ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള നോക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ സെഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഇത്രയും പറയുന്നതിൻ്റെ കാര്യം ഇപ്പം ഭയങ്കര ടഫാണ് ആക്ച്വലി ഇവിടെ കിട്ടാൻ. കാരണം ഒരുപാട് സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ സെമസ്റ്റർ കഴിയുന്നവരും വന്നുകൊണ്ടിരിക്കണം. അപ്പം ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. ഒരു നല്ലൊരു CV, അത് എഡ്യൂക്കേഷൻ സെഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക. പിന്നെ ഏത് കോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത് ആ കോഴ്സുമായിട്ട് കുറച്ച് ടൈലർ ചെയ്ത് ഏകദേശം അതിന് ബന്ധപ്പെട്ട രീതിയിൽ നല്ലൊരു CV ഉണ്ടാക്കുക. മോട്ടിവേഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ പോലെ ഇന്ന് വെച്ചാൽ നമ്മളെ ആപ്ലിക്കേഷനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിരിക്കും നമ്മുടെ ആപ്ലിക്കേഷന്. ഇനി നമുക്ക് മാർക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത്
മാർക്ക് എനിക്ക് കുറെ സ്റ്റുഡൻസ് അയക്കുന്നതാണ്, മാർക്ക് ഇത്ര ഉള്ളു ചേട്ടാ അഡ്മിഷൻ കിട്ടുമോ. മാർക്കൊന്നും ഇങ്ങനെ പ്രീ റിക്വസിറ്റ് ആയിട്ട് വെക്കുന്നില്ല. മാർക്കിന്റെ കേസിൽ ഒരു യൂണിവേഴ്സിറ്റികളിലെയും സൈറ്റിലോ കാര്യങ്ങളിലോ ഒന്നും മാർക്ക് ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് ഇവർ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ആപ്ലിക്കേഷൻസ് വരുമ്പം സ്വാഭാവികമായിട്ട് ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് മാറും. നിങ്ങൾക്ക് ഓവറോൾ പെർസെന്റേജ് 60% ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷെ ഇങ്ങനെ ഇൻഡിവിജ്വൽ ഓരോ സബ്ജക്ട് നോക്കുമ്പോഴത്തേക്കും ഒരെണ്ണത്തിന് 50ക്ക് താഴെയാണ്. ഈ ഒരു കാരണം ഒരാളെ റിജക്ട് ചെയ്ത് നമ്മൾ കേട്ടു. ഓവറോൾ സ്കോർ നോക്കുമ്പോൾ അവർക്ക് 60ക്ക് മേലെയുണ്ട്. അത് എനിക്കും അറിയത്തില്ലാത്ത കാര്യമായിരുന്നു. എന്നെ ഒരു സ്റ്റുഡന്റ് കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഞാനും അറിഞ്ഞത് ഇങ്ങനെയും കൂടെ ഇവരൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ഉണ്ടെന്നുള്ള യൂണിവേഴ്സിറ്റികളിൽ. മാസ്റ്റേഴ്സ് ഒരു ഇൻഫർമേഷൻ ടെക്നോളജി, അതാണ് ഒരു കോഴ്സ് എക്സാമ്പിൾ. അപ്പോൾ അവർ ചിലപ്പോൾ പറയുന്നത് ബാച്ചിലേഴ്സിൽ മാത്തമാറ്റിക്സ് നോളജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോളജ് ഉണ്ടായിരിക്കണം, ഇതിൻ്റെയൊക്കെ കോഴ്സ് ചെയ്തിരിക്കണം എന്നാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് പ്രീ റിക്വസ്റ്റ് പറയുന്നുള്ളൂ, അല്ലാതെ മാർക്ക് പറയുന്നില്ല. പക്ഷെ ഒരു കേസ് ഉണ്ടായത് ഒരു 50% മുകളിലേക്ക് ഉണ്ടെങ്കിലാണ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ചിലപ്പം അവർ മാർക്ക് നോക്കിയിട്ട് ചിലപ്പോൾ സ്ട്രെയിറ്റ് റിജക്ഷൻ കൊടുക്കും, കാരണം ഒത്തിരി ആപ്ലിക്കേഷൻ വരുന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് 60% ഉണ്ട്, പക്ഷേ ഇൻഡിവിജ്വൽ സബ്ജക്ട് നോക്കിയപ്പോഴത്തേക്കും ഒന്നിന് 50ൽ താഴെയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ അത് പറഞ്ഞിട്ട് ഓക്കെ ഇതിന് നിങ്ങൾക്ക് മാർക്ക് കുറവാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അപ്ലൈ ചെയ്താൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു മേജർ ഒരു സബ്ജക്റ്റ് ആണ്, പക്ഷെ അതിന് നിങ്ങൾക്ക് ബാച്ചിലേഴ്സിൽ 50ൽ താഴെ ഉള്ളൂ മാർക്ക്, ജസ്റ്റ് പാസ്സായിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് റിജക്ഷൻ ചാൻസ് അതിനും കൂടുതലാണ്. അതുപോലെ തന്നെ ഏജ് ഗ്യാപ്പ്, ഇപ്പോൾ ഒരു ഇയർ ഗ്യാപ്പ് വരുന്നത്, അതായത് നമുക്ക് കുറേ നാൾ ജോലി ചെയ്തു എന്നിട്ട് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ അതും ഇവിടെ ആക്ച്വലി പ്രശ്നമില്ല, കാരണം ഇവിടെയൊക്കെ 40-45 വയസ്സായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലിയിൽ നിന്ന് ഒരു വർഷമൊക്കെ പിരിഞ്ഞു പോയി വേറെ ട്രെയിനിങ് വേറെ കോഴ്സൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇയർ ഗ്യാപ്പ് ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഒരു മോട്ടിവേഷൻ, ഇതിലൊക്കെയാണ് ഈ മോട്ടിവേഷൻ ലെറ്റർ ഹെൽപ്പ് ചെയ്യുന്നത്. ആക്ച്വലി മോട്ടിവേഷൻ ലെറ്ററിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അപ്പോൾ പഠിത്തം നിർത്തിയിട്ട് ജോലി ചെയ്ത്, എന്തുകൊണ്ടാണ് പഠിക്കാൻ തിരിച്ചു വന്നത്, ഇതൊക്കെ ഒരു മോട്ടിവേഷനിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അവർക്കും ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലായാലും ഇപ്പം നിങ്ങൾ CV സെലക്ട് ആയി, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവൽ പോകുമ്പോഴത്തേക്കും മോട്ടിവേഷൻ ലെറ്റർ കാണുമ്പോഴത്തേക്കും തന്നെ അവർക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും, എന്തുകൊണ്ടാണ് നിങ്ങൾ റീജോയിൻ ചെയ്ത് എന്നൊരു ഐഡിയ പെട്ടെന്ന് കിട്ടും. അല്ലാതെ ഇങ്ങനെ പഠിക്കാൻ ഏത് ഏജിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, അല്ലാതെ പഠിത്തത്തിന് ഇത്ര പ്രായമായി എന്നുള്ള ഒരു ഫാക്ടർ ഇവരങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം അതോർത്ത് പേടിയൊന്നും വേണ്ട, അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ അഡ്മിഷൻ കിട്ടുന്നതിൻ്റെ ചാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓസ്ട്രിയ നല്ല ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടാൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഭയങ്കര ചീപ്പുമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഇപ്പം ഒരു സെമസ്റ്ററിൽ 65,000 ഇന്ത്യൻ റുപ്പീസ് ഒക്കെ ആവത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ടോപ്പ് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആണ്. ഇപ്പം അത് കൂടിക്കൊണ്ടിരിക്കുന്നത്, കാരണം കുറേ ആൾക്കാരും കൂടെ ഇപ്പോൾ കുറേ പഴയതിന് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഇവർക്ക് വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആണ്, അപ്പം കിട്ടാനും ഇച്ചിരി ടഫാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് 2 കോഴ്സ് ഇഷ്ടപ്പെട്ടത് കണ്ടു, ഈ 2ലും അപ്ലൈ ചെയ്യാണ്ടിരിക്കുക, ഒന്നിന് മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു സജഷനും കൂടെ പറയുകയാണ്. കാരണം ഇപ്പോൾ 2ലും അയക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവിടുന്ന് ചിന്തിക്കാം ഈ കുട്ടിക്ക് അത്ര മോട്ടിവേറ്റഡ് അല്ല, 2 കോഴ്സും ഇഷ്ടമാണ്, അപ്പോൾ 2ലും എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഒരാൾക്കൊരു മോട്ടിവേറ്റഡ് ആണെങ്കിൽ ഒറ്റ കോഴ്സ് മാത്രമല്ല അപ്ലൈ ചെയ്യുള്ളൂ, അപ്പം വെറുതെ അഡ്മിഷൻ കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും ഇവർ അയക്കണേന്നൊക്കെ ചിലപ്പോൾ തിങ്ക് ചെയ്യുക. അപ്പം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യുക, മാക്സിമം നിങ്ങൾക്ക് 2ഉം ഒരുപോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ 2 ചെയ്യുക, അതിലും മേലെ ചെയ്യാണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ്, ഓസ്ട്രിയക്ക് ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യുക, അത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഓപ്ഷൻസും കൂടുതലായിരിക്കും, കിട്ടാനും ഇച്ചിരി ചാൻസസ് കൂടുതലായിരിക്കും. പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ഇവിടെ അഡ്മിഷന് ഇന്റർവ്യൂ ഉണ്ടോ എന്ന്. കുറേ യൂണിവേഴ്സിറ്റിയിലൊന്നും ഇന്റർവ്യൂ ഇല്ല, ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു കൊടുത്തു, അവർക്ക് ഓക്കെ ആണ്, സെലക്ട് ആയെങ്കിൽ പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ഇങ്ങനെ 1 by 1 നടന്ന് അഡ്മിഷൻ ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷെ ചില യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഫാഹോഷൂളെ അങ്ങനെ ചില യൂണിവേഴ്സിറ്റീസിൽ ചില പർട്ടിക്കുലർ കോഴ്സിൽ സ്പെഷ്യൽ അഡ്മിഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ സ്പെഷ്യൽ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ള കുറച്ച് കോഴ്സസ് ഉണ്ട്. അവിടെയൊക്കെ ചിലപ്പം ഇന്റർവ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്റർവ്യൂയുടെ സമയത്ത് ചിലപ്പം നിങ്ങൾ പ്രസന്റേഷൻ ചെയ്യേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ അവർ പറയും എങ്ങനെയാണ് ആ ഇന്റർവ്യൂ സമയത്ത് ചിലപ്പോൾ ഒരു പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടി ജസ്റ്റ് സംസാരിക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പറയുന്നത് അവർക്ക് IELTS MOA മതി, IELTS അത്ര മാൻഡേറ്ററി ഇല്ല, പക്ഷെ അഡ്മിഷൻ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നോളജ് ഇവർ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. ഇപ്പം MOA വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും,
പക്ഷെ അവസാനം നിങ്ങൾക്ക് ഇംഗ്ലീഷ് എത്രമാത്രം നിങ്ങളത് പ്രൊഫഷണൽ ആണെന്ന് ഈ ഇന്റർവ്യൂ വഴി അവർ മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് ചിലപ്പോൾ പറയുമായിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല, ചിലപ്പോൾ ഒരു IELTS പാസ്സാകണം അല്ലെങ്കിൽ അഡീഷണൽ കോഴ്സ് എടുക്കണം, അങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റീസ് പറയും. ഇത് നമുക്ക് കുറച്ച് ഏജൻസിയുടെ കാര്യം പറഞ്ഞാലോ. അതായത് കുറെ ആൾക്കാർ ഇങ്ങനെ നാട്ടിലെ ഒത്തിരി ഏജൻസികൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഓസ്ട്രേലിയക്കുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ. നമ്മൾ പിന്നെയും പറയുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഒരു തേർഡ് പാർട്ടി ഒരു ഏജൻസിക്ക് ഒരു റോളും ഇല്ല. അവർക്ക് നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നേ ഉള്ളൂ. പക്ഷെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും. ഇപ്പം ഫേക്ക് പ്രോമിസസുകളിൽ വീഴാണ്ടിരിക്കുക, നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും എന്നുള്ള ഫേക്ക് പ്രോമിസസിൽ വീഴാണ്ടിരിക്കുക. അവർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ആപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കാൻ പറ്റും. അവസാനം ഡിസിഷൻ എടുക്കുന്നത് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ എപ്പോഴും മാസ്റ്റേഴ്സിനെ പറ്റി പറയുന്നത് ഇവിടെ ആക്ച്വലി ബാച്ചിലേഴ്സ് കോഴ്സസും അവൈലബിൾ ആയിട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് തന്നെ പുറത്തുപോയി പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് ഒരു ഓസ്ട്രേലിയ നല്ല ഓപ്ഷനാണ്. ബാച്ചിലേഴ്സ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും ഓസ്ട്രേലിയ തരുന്നുണ്ട്. അപ്പം അങ്ങനെ ബാച്ചിലേഴ്സ് ചെയ്യണമെന്നുള്ളവർക്കും ഒരു നല്ല ബെസ്റ്റ് കൺട്രി തന്നെയാണ് ഓസ്ട്രിയ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ കേട്ടോ. ഇതല്ലാതെ ഇതിൽ അപ്പുറത്ത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ ഫീസ് ചിലപ്പോൾ ഒരു സെമസ്റ്റർ ചിലപ്പോൾ 3,000 തുടങ്ങുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അങ്ങനെ തൊട്ട് 12,000 വരെയൊക്കെ ഒരു സെമസ്റ്ററിൽ പറയുന്ന ഉണ്ട്. നമ്മൾ അതിന് എത്ര ഇൻട്രസ്റ്റഡ് മാത്രമല്ല ആർക്കെങ്കിലും അതിനകത്ത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് ചോദിച്ചാൽ പറഞ്ഞുതരാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നമുക്കൊരു അനൗൺസ്മെന്റ് ഉണ്ടെന്ന്. അപ്പം അത് ഫൈനലി നമ്മൾ പറയാണ്. ആക്ച്വലി നമ്മളൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി തുടങ്ങി. കുറെ ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ടാകും, പിന്നെ അവർക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോസസ് ഒന്നും അങ്ങനെ അറിയാൻ പാടില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ കൺസൾട്ടൻസിയാണ്. ഇവിടെ നമ്മുടെ സർവീസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നമ്മൾ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരും. ഒരു ബെസ്റ്റ് കോഴ്സ് ചൂസ് ചെയ്ത് തരും. ഒന്നിലധികം കോഴ്സ് ചൂസ് ചെയ്ത് തന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം അതെല്ലാം നമ്മൾ ചെയ്തു തരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ചെയ്തു തരും. ത്രൂ ഔട്ട് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് തരും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നല്ലൊരു CV ബിൽഡ് ചെയ്യുന്നത്, ഒരു മോട്ടിവേഷൻ ലെറ്റർ ബിൽഡ് ചെയ്ത്, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് തരും. ഇപ്പോൾ അഡ്മിഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വേണ്ടിയുള്ള ഗൈഡൻസും ഹെൽപ്പും എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ അറിവെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ടൈപ്പ് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏജൻസിക്കും ഇവിടെ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ഒന്നും വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് മാക്സിമം നന്നാക്കി ചെയ്തു തരാൻ പറ്റത്തേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ ഇതിന് സ്റ്റാർട്ട് ചെയ്തതിന്റെ കാര്യം കുറെ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചു. പിന്നെ ചില ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻസി തുടങ്ങിയിട്ട് നിങ്ങൾക്കും ഹെൽപ്പ് ചെയ്തൂടെ എന്നൊക്കെ കുറച്ച് ആൾക്കാർ ചോദിച്ചു. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് നമ്മളും തുടങ്ങാം എന്ന് വിചാരിച്ച് നമ്മൾ തുടങ്ങിയത്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് സ്റ്റുഡൻസിനെ നമ്മൾ ഇതിനു മുമ്പ് ഹെൽപ്പ് ചെയ്തിട്ട് അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് നമുക്കൊരു റിവ്യൂ ഇപ്പം നമുക്ക് തോന്നി. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ജീവിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ PhD കഴിഞ്ഞാണ്. അപ്പൊ നമ്മളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 6 വർഷമായി. അപ്പൊ ഇവിടുത്തെ ഒരു എങ്ങനെയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ പ്രോസസ് എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ കുറെ പേർക്ക് നാട്ടിലത്തെ ഏജൻസി പറഞ്ഞു സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റില്ല, സ്പൗസിന് ജർമ്മൻ വേണം എന്നൊക്കെ ഏജൻസി പറഞ്ഞു. അതൊക്കെ ആക്ച്വലി തെറ്റാണ്. സ്റ്റുഡൻസിന്റെ സ്പൗസിന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇവിടെ ജർമ്മൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് വരാവുന്നതാണ്. അവർക്ക് ആക്ച്വലി ഫുൾ ടൈം ഇവിടെ ജോബ് ചെയ്യാം. പക്ഷെ സ്റ്റുഡൻസിന് 20 hours ആണ് ഇവിടെ ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളും ആക്ച്വലി ഒരു ഫീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നാലും ഏജൻസിനെ പോലെ അത്ര വലിയ ഫീസും നമ്മൾ വാങ്ങുന്നില്ല. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിലാണ് നമ്മളും ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയ ചെയ്യണം എന്ന് അതിയായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെയാ ശരിക്കും ചെയ്യുന്നതെന്ന് അറിയില്ല. ഏജൻസികളൊക്കെ കുറെ ഫീസ് പറയുന്നു. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാര്, ഇപ്പൊ നമ്മൾ ഇവിടെ താമസിക്കുന്നവരാണ്, നമ്മൾ ഇവിടെ ജീവിക്കുന്നത് കുറച്ച് നാളായി. അപ്പൊ ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാ കറക്റ്റായിട്ട് അറിയാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഗൈഡൻസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിലും പിന്നെ അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൺസൾട്ടൻസിയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാം പേജാണ്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ രണ്ടുമാണത് ഹാൻഡിൽ ചെയ്യണത്, വേറെ ആൾക്കാരൊന്നുമില്ല, നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഞങ്ങളുടെ ഡയറക്റ്റ് സർവീസസ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഓസ്ട്രിയയെ കുറിച്ചോ ഇപ്പം നമ്മൾ വഴി ചെയ്യാതെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ അപ്പോസ്റ്റലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ പറ്റുന്ന പോലെ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് കുറച്ച് ബിസി ഷെഡ്യൂളിൽ കുറച്ച് ഡിലേ ആകാറുണ്ട് റിപ്ലൈസ് ഒക്കെ ചിലപ്പം.
പക്ഷെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമ്മളിപ്പോൾ മെയിനായിട്ട് ഓസ്ട്രിയയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇവിടെ പഠിച്ച് ഇവിടെ ജീവിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചോദിച്ചാലും ആൻസർ പറയാൻ നമുക്കുണ്ടാവും. ഇവിടുത്തെ ലിവിങ് കണ്ടീഷൻ, ഇവിടുത്തെ എക്സ്പെൻസസ്, ഇവിടുത്തെ ഒരു അക്കോമഡേഷൻ കിട്ടാൻ, അങ്ങനെ എന്തിനും നമുക്ക് ആൻസർ ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓസ്ട്രിയ ജീവിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഓസ്ട്രിയയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒരു പഠിക്കാൻ വരുന്ന ആൾക്ക് പഠിത്തത്തിന്റെ കാര്യം മാത്രമല്ലോ, വേറെ ഇവിടുത്തെ ജീവിത സാഹചര്യത്തിനെ പറ്റി എല്ലാത്തിനും സംശയങ്ങളുണ്ടായിരിക്കില്ല. അപ്പം അത് നന്നായിട്ട് നമുക്ക് ഇവിടെ ഓസ്ട്രേലിയനെ പറ്റിയിട്ടാണ് നമുക്ക് നന്നായിട്ട് അത് പറഞ്ഞു തരാൻ പറ്റും. എന്താണോ ഉള്ളതുപോലെ പറഞ്ഞു തരാൻ പറ്റും. വേറെ കൺട്രീസിനെ പറ്റിയിട്ടൊന്നും അത്ര അറിവില്ല, എന്നാലും ഉണ്ട്. പിന്നെ ഇത് സക്സസ്ഫുൾ ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ വേറെ കൺട്രീസിലേക്കും നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. അവരുടെ വേറെ കൺട്രീസിൽ പോകാനുള്ളവരുടെ ആപ്ലിക്കേഷൻസ് എടുക്കുന്നതാണ്. എന്നാൽ ഇപ്പം തൽക്കാലം ഓസ്ട്രിയ മാത്രമേ ഉള്ളൂ അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത സെമസ്റ്ററിലേക്കുള്ള, അതായത് ഒക്ടോബറിലേക്കുള്ള സെമസ്റ്ററിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഓൾറെഡി പോർട്ടലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. മാർച്ച് അവസാനം വരെയൊക്കെയാണ് ഡെഡ് ലൈൻ. എന്നാലും നമ്മൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത്രയും വേഗം 2 മാസത്തിനുള്ളിലൊക്കെ റിസൾട്ട് വന്നിട്ട് നമുക്ക് ഈ ഓസ്ട്രിയ ഇവിടെ വരാനുള്ള റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഡൽഹി പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളത്. അതിന് കുറേ സമയം എടുക്കും, ഒരു 2 to 3 മാസം എടുക്കും. അതുകൊണ്ട് വേഗം തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഓൾറെഡി എല്ലാവരും ഡിസൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ വേഗം അപ്പോസ്റ്റലൊക്കെ ചെയ്യുക, IELTS ഒക്കെ എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാവും. നമുക്ക് കാണാം, പരിചയപ്പെടാം അല്ലേ. നമ്മളിപ്പോൾ വിയനയിലാണ് താമസിക്കുന്നത്. അപ്പോൾ വിയനയ്ക്കൊക്കെ വരുന്നവർ മെസ്സേജ് അയക്കുക, നമുക്ക് പരിചയപ്പെടാം, കാണാം അല്ലേ. നിങ്ങൾക്ക് ഒരു കോണ്ടാക്ട് പീപ്പിൾ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഓസ്ട്രേലിയക്ക് വരുന്നവർക്ക്. അപ്പം യാ, ഒരു ബൈ.